മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 12/4/1993 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം. മൂലം 4-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നത്തിൽ കുജൻ. 2 ശൂന്യം 3 ഗുളികൻ 4 വ്യാഴം 5 ശൂന്യം 6 രാഹു 7 ചന്ദ്രൻ 8 ശൂന്യം 9 ശനി 10 സൂര്യൻ ശുക്രൻ ബുധൻ 11 ശൂന്യം 12 കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. പുരുഷ ജാതകമാണിത്. ലഗ്നത്തിൽ കുജൻ. ലഗ്നാൽ 7 വിവാഹസ്ഥാനത്ത് ചന്ദ്രൻ. പൊതുവേ ചന്ദ്രൻ കുജൻ ഒരുമിച്ച് ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് ശശിമംഗള യോഗമാണ്. വളരെ വലിയ ധാന്യ സമൃദ്ധി കൊടുക്കുന്ന ഒരു യോഗം തന്നെയാണത്. പക്ഷേ 7 ചന്ദ്രൻ നിൽക്കുകയും കുജൻ്റെ ദൃഷ്ടി 7 എന്ന് പറയുന്ന വിവാഹത്തിൻ്റെ പൊസിഷനിലേക്ക് വരുന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുജൻ പൊതുവേ അല്പം പ്രശ്നക്കാരൻ തന്നെയാണ് ഏതൊരാളുടെ ഗ്രഹനിലയിലും. കാരണം കട്ടി സ്വഭാവമുള്ള ഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് കുജൻ എന്ന് പറയുന്നത്. മംഗളകാരകനൊക്കെയാണ്, പക്ഷേ കുജന് കടും സ്വഭാവം, കടുംപിടുത്തം പൊതുവെ കൂടുതലാണ്. അപ്പോൾ ആ സ്വഭാവം തന്നെ ഏതെങ്കിലും രീതിയിൽ വിവാഹ സംബന്ധമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത, തർക്കങ്ങൾ, അതല്ല എങ്കിൽ കടുംപിടുത്ത സ്വഭാവം, അതല്ലെങ്കിൽ വാശി പോലെയുള്ള സ്വഭാവം പാർട്ട്ണർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉപരി 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം 4 ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അവിടേക്കും കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിവാഹശേഷം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ഇത്തരക്കാർക്ക്. എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ഇറിറ്റേഷൻസോ, അതല്ല എങ്കിൽ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. പൊതുവേ തർക്ക സ്വഭാവം, ഒരു ചേർച്ചയില്ലായ്മ എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അതുപോലെ ഒരു അവസ്ഥ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഉണ്ടാകാം. അത് 7-ലേക്ക് വരുന്ന കുജൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ ഗുളികൻ്റെ ദൃഷ്ടിയിലും കുജൻ്റെ ദൃഷ്ടിയിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വളരെ ശ്രദ്ധിച്ചു തന്നെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ടും. തർക്ക സ്വഭാവത്തെ കുറച്ച് മുന്നോട്ട് പോകാനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അത് ചിട്ടപ്രകാരം തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൽ ഒരു 60-70% വരെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 5 ഇവർക്ക് വിവാഹശേഷം സന്താനലബ്ധി ഉണ്ടായിട്ടില്ല. ലഗ്നാൽ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ. ശുക്രൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായിട്ടാണ്, ശത്രുവായിട്ടുള്ള വർഗോത്തമം ചെയ്തു നിൽക്കുന്ന സൂര്യനോടൊത്ത്. അത് ഒരു കാരണം. ഉച്ചനായ ശുക്രൻ ശത്രുവായ സൂര്യനോടൊത്ത് നിൽക്കുന്നു എന്നത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ശുക്രൻ്റെ സുഹൃത്തും എന്നാൽ ഇവിടെ നീചനുമായി നിൽക്കുന്ന ബുധൻ വില്ലൻ തന്നെയാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചനും നീചനായ സുഹൃത്ത് ബുധനോടൊത്തും ശത്രുവായ സൂര്യനോടൊത്തും നിൽക്കുന്നത് സന്താനലബ്ധിയെ വൈകിപ്പിക്കും. അതല്ല എങ്കിൽ സന്താന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാവാം. അതിലേക്കൊരു കാരണം കൂടുണ്ട്. രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 5-ലേക്ക് വന്നിട്ടുമുണ്ട്. നിൽക്കുന്ന രാശിയിൽ നിന്ന് രാഹു 6, 7, 9, 12 ഈ 3 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ദൃഷ്ടി തന്നെയാണ്. അവിടെ 5-ാം ഭാവാധിപൻ നീചനായ സുഹൃത്തിനൊപ്പം ശത്രുവായ സൂര്യനോടൊത്തും നിൽക്കുന്നു. അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ലേ എന്ന് ചോദിക്കാം. വരുന്നുണ്ട്, പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം മാത്രമേ പതുക്കനെ കൊണ്ടേ എന്ന് വെച്ചാൽ സ്ലോ പ്രോസസ്സിൽ മാത്രമാണ് വ്യാഴം അവിടെ ആക്റ്റീവ് ആകുകയും തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ദൃഷ്ടിയിലൂടെ ഗുണഫലങ്ങൾ 5-ാം ഭാവവുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായിട്ട് തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ വ്യാഴത്തെ ബലപ്പെടുത്തിയെടുക്കാം. അതേപോലെ തന്നെ ഈ ഗ്രഹനിലയിൽ ലഗ്നാൽ 12 കേതു, വ്യയസ്ഥാനം എന്ന് വച്ചാൽ ചെലവിൻ്റെ സ്ഥാനം. 12-ാം ഭാവാധിപൻ ശുക്രൻ നേരത്തെ പറഞ്ഞതുപോലെ നീചനായ ബുധനോടൊത്ത് ശത്രുവായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. കേതു എവിടെ നിൽക്കുന്നുവോ അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ ചെലവുകളെ കൂട്ടും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനാവശ്യമായിട്ടുള്ള
ചിലവുകൾ പലപ്പോഴും വന്നു ചാടാം. 100 രൂപയിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ചിലവ് 500 രൂപയിൽ നിൽക്കാം എന്ന് സാരം. അങ്ങനെ ധാരാളം ആളുകളുണ്ട്, ഇഷ്ടം പോലെ വരവുണ്ട്, പക്ഷേ അത് ചിലവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് 12ാം ഭാവത്തിൻ്റെ പ്രശ്നമാണ്. 12ാം ഭാവമായിട്ടോ അല്ലെങ്കിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്, നെഗറ്റീവ്സ് കൊണ്ടാണ് അത്തരം അനുഭവം ഉണ്ടാകുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു മെത്തേഡിൽ പാലിച്ചു പോയാൽ അതിൽ നിന്നും ഒരു 60% വരെ മാക്സിമം രക്ഷപ്പെടാൻ സാധിക്കും. ബാക്കി കഴിയില്ല. കാരണം അത് ഈ ഗ്രഹനിലയുടെ അവകാശം തന്നെയാണ്. അവിടെ ചിലവ് വരണമെന്നും അത് ഉദ്ദേശിക്കുന്നതിനേക്കാൾ അല്പം കൂടി നിൽക്കണമെന്നും ഈ ഗ്രഹനില ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് 100ൽ 100% കൂടിക്കഴിഞ്ഞാൽ ജീവിതത്തെ നശിപ്പിക്കാൻ അത് മതി. അപ്പോൾ അതിനൊരു 60% ഗുണം കിട്ടത്തക്ക രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും. അതും ഇത്തരം ഗ്രഹനിലകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 3ൽ സഹോദര സ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത്. 3ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനോടൊത്ത് നീചനായ ബുധനോടൊത്ത് നിൽക്കുമ്പോൾ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഏതെങ്കിലും സമയത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും സൂര്യൻ്റെയൊക്കെ അപഹാര സമയത്ത് അത് വളരെ ശ്രദ്ധിക്കുകയും വേണം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം അറുത്തു മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഗുളികൻ ഏതൊരു ഗ്രഹനിലയിലും ചെയ്യാറ്. ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ രാശിക്കും മോശമാണ്. എവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നുവോ ആ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തിനും മോശമാണ്. ഏത് ഭവനത്തിൽ നിൽക്കുന്നുവോ അതിൻ്റെ നാഥനും മോശമാണ്. ഗുളികനെ വളരെ ശ്രദ്ധയോടെ തന്നെ കാണേണ്ടുന്ന, കൃത്യമായിട്ട് പരിഹാരമെടുത്ത് തന്നെ വേണം ഗുളികനെ കൊണ്ടുപോകാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു. 94 വരെ കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, അതിനുശേഷം സൂര്യൻ 2020 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ. ഇപ്പോഴത്തെ നടപ്പ് ദശയും ചന്ദ്രൻ തന്നെയാണ്. 2030 വരെ. അതിനുശേഷം കുജൻ അഥവാ ചൊവ്വ 2037 വരെ. ശേഷം രാഹു 2055 വരെ. ശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോകുന്ന വഴിക്ക് ഈ സന്താനഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രനിൽ ശനിയാണ്. കുജൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ൽ നിൽക്കുന്ന ചന്ദ്രൻ, അതുപോലെ തന്നെ ലഗ്നാൽ 9ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി. ശനി ആയതുകൊണ്ട് തന്നെ ശനിയുടെ പ്രത്യേകത മന്ദൻ, പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു മന്ദത വരും. എന്ന് വെച്ചാൽ ഇന്ന് നടക്കേണ്ടുന്ന കാര്യം 4 ദിവസം കഴിഞ്ഞ് നടക്കും എന്ന് സാരം. 9ലെ ശനിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രത്യേകത ശനിക്കുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡിലേ, കാലതാമസം വരാം. അത് ശനി ദശ ഒക്കെ നടക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ശനിയുടെ അപഹാരമൊക്കെ നടക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. മുൻപ് വേഗത്തിൽ നടന്നിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സ്ലോ പ്രോസസ്സിലേക്ക് മാറുമ്പോൾ തന്നെ അറിയാം. ഒന്നുകിൽ അത് രാഹുവിൻ്റെ അപഹാരം വന്നിട്ടുണ്ട്, അതല്ല എങ്കിൽ ശനി അവിടെ അപഹാരത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. 1-2 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച്, ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ, സഹോദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോകേണ്ടുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.